വേദിയിലിരിക്കുന്ന നേതാക്കളെ, സഖാക്കളെ, സഹോദരന്മാർ, പുതുതായി നിർമ്മിച്ച AKG സെന്ററിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നേരത്തെ നിർവഹിച്ചതായി ആദ്യമായി അറിയിച്ചു. ഇന്ന് ഏപ്രിൽ 23. വിശേഷ ദിവസങ്ങൾ നോക്കിയാൽ ഇന്ന് ലോക പുസ്തക ദിനമാണ്. മറ്റൊന്ന് ഷേക്സ്പിയറുടെ ചരമദിനമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കിടയിൽ ജീവൻ വെടിയേണ്ടി വന്ന രക്തസാക്ഷികളുടെ പട്ടികയിൽ പ്രധാനപ്പെട്ടതാണ് കേരളം രക്തസാക്ഷികൾ. 1948 ഏപ്രിൽ 23 അവിടുത്തെ വെടിവെപ്പിൽ സഖാവ് പുന്നക്കോടൻ കുഞ്ഞമ്പു രക്തസാക്ഷിയാകുന്നത്. ഇതെല്ലാമാണ് ഈ ദിനത്തിൻ്റെ പ്രത്യേകത. ഈ പ്രത്യേകതകളെല്ലാം ആലോചിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഈ പരിപാടി വെച്ചത്. ഞങ്ങളിപ്പോൾ ഇരുന്ന് ആലോചിക്കുമ്പോൾ ഏതാണ് സൗകര്യമുള്ളൊരു തീയതിയും നോക്കി അന്നേ നിശ്ചയിച്ച പരിപാടികൾ നടക്കുന്നുണ്ട്. ഇന്നലെ വയനാട്ടിലൊരു പരിപാടിയാണ്, നാളെ പത്തനംതിട്ടയിൽ പരിപാടിയാണ്. എന്നാൽ പിന്നെ ഇന്ന് ഒഴിവുണ്ടല്ലോ, ഇന്നായിക്കൂടെ എന്ന് ആലോചിച്ചു. അങ്ങനെ ഇന്ന് നിശ്ചയിക്കുകയാണ് ചെയ്തത്. അത് നേരത്തെ ഗോവിന്ദ മാഷ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എവിടെയോ ഏതോ മൂലക്ക് ഈ ദിനത്തിൻ്റെ എന്തോ ഒരു പ്രത്യേകത വെച്ചുകൊണ്ട് അത് പഞ്ചാംഗം നോക്കി കണ്ടുപിടിച്ചിട്ടാണ് ഈ ആഫീസ് ഉദ്ഘാടനം ഈ തീയതിക്ക് വെച്ചത് എന്ന് കണ്ടുപിടിച്ച അവരുടെ ഗവേഷണ ബുദ്ധിക്ക് മുന്നിൽ നീണ്ടൊരു നമസ്കാരം നമുക്ക്. പക്ഷെ അതൊന്നും യേശുന്ന ഒരു പ്രസ്ഥാനമല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതെങ്കിലും മനസ്സിലാക്കാൻ അവർക്ക് കഴിയണമായിരുന്നു. ഇവിടെ AKG സെന്റർ പുതുതായി നിർമ്മിക്കേണ്ടി വന്നതിൻ്റെ സാഹചര്യം വിശദമായി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. സഖാവ് AK ബാലനും സഖാവ് ഗോവിന്ദ മാസ്റ്ററും അത് വിശദമാക്കി കഴിഞ്ഞു. ഇനി വീണ്ടും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം, ഇത്തരമൊരു പുതിയ സൗകര്യം വേണം എന്ന് ഞങ്ങളെല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കുന്നതിന് ഇടയാക്കിയത് സഖാവ് കോടിയേരി ബാലകൃഷ്ണനാണ്. അദ്ദേഹം ആണ് ഈ ഞങ്ങളുടെ കണ്ണൂരിൽ തന്നെയുള്ള സ്ഥലമാണ്. കാരണം ഞങ്ങൾ അവിടെ തൊട്ടടുത്താണല്ലോ കുറേ കാലം താമസിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്ന പലരും അതിൻ്റെ തൊട്ടാണ്. പക്ഷെ ആ സ്ഥലം നമുക്ക് വാങ്ങാൻ സാധിക്കും എന്ന ധാരണ ആദ്യം അദ്ദേഹത്തിനാണ് ഉണ്ടായത്. അതൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ മറ്റ് പരിശോധനകളിലേക്ക് കടക്കണമായിരുന്നു. അപ്പോൾ നിയമപരമായ കടലാസുകൾ പരിശോധിക്കാൻ എറണാകുളത്ത് തന്നെയുള്ള പ്രഗത്ഭരായ അഭിഭാഷകരെ ചുമതലപ്പെടുത്തി. അവർ പരിശോധിച്ച ഒരു പ്രശ്നമില്ല, ഏറ്റെടുക്കാവുന്നതാണ്, നമുക്ക് വാങ്ങാവുന്നതാണ് എന്ന നിലയിലേക്ക് എത്തി. ഇതെല്ലാം അതത് ഘട്ടത്തിൽ പാർട്ടിയുടെ ശ്രദ്ധയിൽ അന്നത്തെ സെക്രട്ടറി എന്ന നിലക്ക് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഈ സ്ഥലം വാങ്ങാനുള്ള ധാരണയിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് നേരത്തെ
സഖാവ് ബാലൻ പറഞ്ഞ രീതിയിലുള്ള ഒരു കേസിൻ്റെ പ്രശ്നം ഉയർന്നു വന്നു. അതിന് മുന്നിൽ ചില തർക്കങ്ങളുണ്ട്, പിന്നെയും ചില തർക്കങ്ങൾ പുതുതായിട്ട് ഉയർന്നു വന്നു. ഏതായാലും ഒരു നിയമപരമായ തടസ്സങ്ങളുമില്ലാതെ ആ സ്ഥലം ഏറ്റെടുക്കാൻ നമുക്ക് കഴിയും. ആ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുന്ന പ്രശ്നം വന്നപ്പോൾ കെട്ടിടത്തിൻ്റെ മേൽനോട്ടം ആര് വഹിക്കണം, അതിൻ്റെ ആർക്കിടെക്റ്റ് ആരാവണം എന്നതിനെക്കുറിച്ച് പൊതുവെ പാർട്ടി തന്നെ ചർച്ച ചെയ്തു. അപ്പോൾ കൂടുതൽ പേരുകളൊന്നും വന്നില്ല. അത് ആ ഘട്ടത്തിൽ തന്നെ മഹേഷിൻ്റെ പേരാണ് വന്നത്. കാരണം ഇത്തരമൊരു കാര്യത്തിൽ പ്രാവീണ്യം തെളിയിച്ച ഒരു ആർക്കിടെക്റ്റാണ് മഹേഷ് എന്ന് നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും, കെട്ടിടവുമായി ബന്ധമുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ നിർവഹിക്കുന്ന നിലവന്നത്. ഇന്നിപ്പോൾ അത് പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. എല്ലാ തരത്തിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമെല്ലാം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സങ്കേതമായി CPIM-ന്റെ ആസ്ഥാനമായി ആ കെട്ടിടം തലയുയർത്തി നിൽക്കുകയാണ്. ഇതിൽ സഹകരിച്ച, ഇതുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ നൽകിയ എല്ലാവരോടും ഉള്ള കൃതജ്ഞത ഈ ഘട്ടത്തിൽ ഒന്നുകൂടി രേഖപ്പെടുത്തുന്നു.